ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോപ്ലിറ്റ്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഡോമിനാറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ്സ് വന്നു. ഈ ഹുക്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ബഞ്ചി കോട്ട് ടൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലഗേജ് കെട്ടി വെച്ചുകൊണ്ട് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു ഡോമിനാർ യൂസ് ചെയ്യുന്നവർക്കോ അല്ല മറ്റ് ബൈക്കുകൾ യൂസ് ചെയ്യുന്നവർക്കോ നമുക്ക് നോർമലായിട്ട് ടൈ ചെയ്യാം. പക്ഷേ ഡോമിനാറിൽ സ്റ്റോക്കായിട്ട് തന്നെ ഈ ഹുക്സ് വരുന്നതുകൊണ്ട് ഭയങ്കര ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. ഡോമിനാർ 250ലും ഇതേ സെറ്റപ്പ് തന്നെ വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ സീറ്റ് പൊക്കി ഞാൻ നോക്കിയിട്ടില്ല. 250 യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻസിൽ പറയുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. ഞങ്ങളിട്ട ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു ബഞ്ചി ഹുക്ക് മാത്രമാണ്. ഈ അറ്റത്ത് ഹുക്ക് ടൈപ്പ് വരുന്ന ബഞ്ചീസാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് ഊരാനും കെട്ടാനും എളുപ്പം. നമ്മൾ ടൈ ചെയ്യുന്നതിനേക്കാളൊക്കെ എഫക്റ്റീവാണ്, കാരണം നമുക്ക് ഈ സ്ട്രാപ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനാകെ 50-100 എന്തോ വരുന്നുള്ളൂ, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതുവരെ ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് താഴെ പോവോ ലോസ്റ്റ് ആവുമോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പല രീതിയിൽ നമുക്ക് ബൈക്കിൽ ലഗേജ് ടൈ ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്, എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു സെറ്റപ്പ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ബാഗിൻ്റെ അകത്ത് കുറച്ച് തുണിയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ മറ്റേ ട്രാവലർ ബാക്ക് പാക്ക് പോലത്തെ ആണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നീളമുള്ള ബഞ്ചി വാങ്ങിച്ചാൽ മതി. ഡെക്കത്ലോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഒത്തിരി ലോങ് ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് കെട്ടി വെക്കുന്നതിൽ അർത്ഥമില്ല, കെട്ടുന്നതിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവുക എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതിനേക്കാൾ ഒരുപാട് തുണി ഉണ്ടെങ്കിൽ ഈ സ്ട്രാപ്പ് വെച്ച് എങ്ങനെ കെട്ടുമെന്ന്. നമുക്കിത് ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സെനാരിയോയിൽ എനിക്ക് പകുതി ബഞ്ചി മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു നോട്ട് ടൈ ചെയ്യും. അപ്പോൾ എനിക്ക് പകുതി സ്ട്രാപ്പ് യൂസ് ചെയ്യുന്ന രീതിയിലേക്കായി. എന്നിട്ട് പിന്നെ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിങ്ങനെ ലൂസാക്കി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോട്ട് അഴിക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് പകുതി മതി കൊണ്ട് ഞാൻ അതിലേക്ക് കുറയ്ക്കുന്നു. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഓരോ ഹുക്സും ഈ ബാക്കിലെ ബഞ്ചിയിൽ ബാക്കിലെ സ്ട്രാപ്പിൽ ടൈ ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹുക്കും ടൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സ്ട്രാപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ്. ഈവൻ ബൈക്ക് കുലുങ്ങിയാൽ തന്നെ, ഗട്ടറിലൊക്കെ വീണാൽ തന്നെ ഇതങ്ങനെ താഴെ ചാടി പോകത്തൊന്നുമില്ല. നല്ല സേഫായിട്ട് നല്ല ഗ്രിപ്പിലിരുന്നോളും. സീറ്റിൻ്റെ ആ ഒരു ലെതർ ഫ്രിക്ഷൻ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് ലൂസാണെന്ന് തോന്നുന്നതുകൊണ്ട് നമുക്ക് ഈ നോട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ബാഗിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു സെറ്റപ്പാണ് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിതുകൊണ്ട് ഇതുവരെ ഒരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഡോമിനാറിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസും ഒരു ലോങ് ടേം റിവ്യൂ വീഡിയോയും വരുന്നതായിരിക്കും. അത് മിസ്സാവാണ്ടിരിക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.